ക്വസ്റ്റ്യൻ നമ്പർ 1, ചോദ്യം നമ്പർ 1. ഇതിന് ഏത് ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ആകും കേട്ടോ. ഞാൻ ആദ്യ ക്വസ്റ്റ്യൻ തരുന്നത് 4th ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. എ വയർ 30 സെന്റിമീറ്റർ ലോങ്, എ വയർ, ഒരു നൂൽക്കമ്പി അല്ലെങ്കിൽ ഒരു വയർ, ഓക്കെ, എ വയർ 30 സെന്റിമീറ്റർ ലോങ് ഈസ് ബെൻഡ് BNT to make a right-angled triangle, is bent to make a right-angled triangle of hypotenuse 13 centimeters, hypotenuse 13 centimeter. ഒരു വയർ ഒടിച്ചു മടക്കി ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അതിന്റെ ഹൈപ്പോട്ടിനസ് 13 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദി ഏരിയ എൻക്ലോസ്ഡ് എന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദി ഏരിയ എൻക്ലോസ്ഡ്? ഞാൻ ഈ തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം SLCക്ക് വന്ന ചോദ്യങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ആൻസർ ഒന്ന് കൊടുത്തേ. അവിടെ നമുക്കൊരു ട്രയാങ്കിൾ ആദ്യം വരയ്ക്കണം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കുക. പെട്ടെന്ന് ചെയ്യണം. ഒരു ട്രയാങ്കിൾ വരച്ചു. ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിൾ നിർമ്മിച്ചിരിക്കുന്നത് 30 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു വയർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ 3 സൈഡും കൂടെ ആഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് നിവർത്തി കഴിഞ്ഞാൽ, നീട്ടിപ്പിടിച്ചാൽ 30 സെന്റിമീറ്റർ അല്ലേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിന്റെ എന്തായിരിക്കും അത്? നികിത പറഞ്ഞു കൊടുത്തേ. എന്താണ്? പെരിമീറ്റർ ആയിരിക്കും. ഈ ട്രയാങ്കിളിന്റെ AB + BC + AC എല്ലാം കൂടി ആഡ് ചെയ്താൽ 30 സെന്റിമീറ്റർ അല്ലേ? ഒരു വയർ 30 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള വയർ ഒടിച്ചു മടക്കി ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. ഷിഫ, ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 30 സെന്റിമീറ്റർ ആണ്. എഴുതി വെക്കണം. പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ, പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇതിന്റെ ഹൈപ്പോട്ടനസ് AC 13 സെന്റിമീറ്റർ തന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മറ്റു 2 സൈഡ്സിന്റെ സം കണ്ടുപിടിക്കാം. ടോട്ടൽ 3 സൈഡ്സിന്റെ കൂടെ സം ആണ് പെരിമീറ്റർ 30 cm. ആൻഡ് ഇഫ് യു സബ്ട്രാക്ട് 13 സെന്റിമീറ്റർ ഹൈപ്പോട്ടനസ് AC ഫ്രം 13 മൈനസ് ചെയ്താൽ യു ഗെറ്റ് ദ സം ഓഫ് AB ആൻഡ് BC. ശരിയാണല്ലോ ഫാത്തിമ? അല്ലേ? അപ്പൊ താഴെ AB + BC is equal to 13 minus 13. It is equal to 17 centimeter. AB + BC കിട്ടും. ഇനി ഇതിൽ ഒരെണ്ണം നമ്മൾ X എടുക്കുന്നു, BC നമുക്ക് X എടുക്കാം. നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണ്ടേ? ഏരിയ കണ്ടെങ്കിൽ ½ BH എന്ന് വെച്ചാൽ ബേസ് അറിയണം, BC അറിയണം, ഹൈറ്റ് AB അറിയണം. ട്രയാങ്കിളിന്റെ ബേസ് ആണ് BC, ഹൈറ്റ് ആണ് AB. സോ we take BC as X. Let BC is equal to X. കൃഷ്ണ മനസ്സിലായില്ലേ? Then AB എന്തായിരിക്കും? AB is equal to 17 minus X. AB plus BC ആണ് 17. അപ്പൊ ഒരെണ്ണം X ആണ്, മറ്റത് 17 minus X. നിങ്ങൾ ഇങ്ങനെ എഴുതി ഫിഗർ എഴുതി വെക്കേ. ഇത് 13, ഇത് X, ഇത് 17 minus X. എഴുത്. ഓക്കെ, മറ്റോടെയാണ് കേട്ടോ. ഇനി എന്താ ട്രയാങ്കിളിന്റെ എന്താ ചോദിച്ചിരിക്കുന്നേ? കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഏരിയ ആണ്. ഏരിയ ആണെങ്കിൽ നമുക്ക് X അറിഞ്ഞേ പറ്റൂ. ഓക്കെ, X കിട്ടിയാലേ BC കിട്ടുള്ളൂ, ABയും കിട്ടുള്ളൂ. അപ്പൊ നമുക്കിവിടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യും. എന്താണ് പൈതഗോറസ് തിയറം? AB² + BC² ഈസ് ഈക്വൽ ടു AC² ആണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഷോർട്ടർ സൈഡ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം AB² + BC². This is true for any right angle triangle. പൈതഗോറസ് തിയറം എന്ന് പറയും. is equal to AC² ആണ്. അവിടെ എഴുതി വെക്കണം. AB² + BC² is equal to AC². ലോങ് ആൻസർ ആണ്, പെട്ടെന്ന് എഴുതിക്കും. AB മാറ്റി 17 minus X the whole square plus BC മാറ്റി X ന്റെ സ്ക്വയർ is equal to 13 square. 17 minus X the whole square എങ്ങനെ ചെയ്യുന്നത്? ഫിദമോൾ 17 സ്ക്വയർ മൈനസ് X സ്ക്വയർ ആണോ? അല്ല, ഇത് A - B the whole square ആണ്.
എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അപ്ലൈ ചെയ്യണം. 17 സ്ക്വയർ 289 മൈനസ് 2ab മീൻസ് 2 into 17 into x 34x. ഇനി എക്സിന്റെ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, ഇതാണ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈസ് അവിടെ എക്സ്ട്രാ ഒരു എക്സ് സ്ക്വയർ ഉള്ളത് മറക്കരുത്. ഇത് 17 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ നമ്മൾ ചെയ്തോളൂ, പ്ലസ് വേറെ എക്സ് സ്ക്വയർ കൂടെ ഉണ്ട്, ഈസ് ഈക്വൽ ടു 169. 13 സ്ക്വയർ 169 ആണ്. ഇനി നമുക്ക് ലൈക്ക് ടേംസ് അഡ്ജസ്റ്റ് ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആദ്യം എഴുതാൻ 2x സ്ക്വയർ നമ്മൾ എടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി മൈനസ് 34x, എക്സ് സ്ക്വയർ കഴിഞ്ഞാൽ എക്സ്, അടുത്ത് 289 നമുക്ക് വേണമെങ്കിൽ അങ്ങേ സൈഡ് കൊണ്ടുപോയി നോക്കാം, അല്ലെങ്കിൽ ഇവിടെ പ്ലസ് 289 മൈനസ് 169 ഈസ് ഈക്വൽ ടു 0. നമ്മൾ 289 ലാസ്റ്റ് കൊണ്ട് എഴുതി, അപ്പുറത്ത് 169 ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2x സ്ക്വയർ മൈനസ് 34x സ്ക്വയർ പ്ലസ് 289 169 മൈനസിൽ എന്ത് കിട്ടും നോക്കണം? 120 കിട്ടും അല്ലെ? 120 അല്ലേ? 120 ഈസ് ഈക്വൽ ടു 0. നിങ്ങൾ നോക്കിയാൽ കേട്ടോ, 289 മൈനസ് 169 120 ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയിരിക്കുന്നു. ഇക്വേഷൻ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നോക്കുക. പറ്റും. അപ്പൊ നമുക്ക് ചെറിയ ഇക്വേഷനാക്കി മാറ്റാം. 2 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്തേ, അപ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 17x, എക്സ് സ്ക്വയർ മൈനസ് 34 പകുതി 17 പ്ലസ് 60 ഈസ് ഈക്വൽ ടു 0. ഇപ്പൊ നമുക്ക് സോറി കാണാൻ പറ്റിയില്ല. എക്സ് സ്ക്വയർ മൈനസ് 17x പ്ലസ് 60 ഈസ് ഈക്വൽ ടു 0. യു ഗോട്ട് ദ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നൗ ആൻഡ് വി നീഡ് ടു സോൾവ് ഇറ്റ്. ഇതിനെ സോൾവ് ചെയ്യണം. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തന്നെ ചെയ്തോളൂ. എയും ബിയും സി ഒക്കെ എടുത്ത് ബി സ്ക്വയർ മൈനസ് 4c കണ്ട് തന്നെ ചെയ്യാലോ. ഓക്കെ, ചെയ്യാമല്ലേ? ഒരുപാട് ഇപ്പൊ തന്നെ 8 മിനിറ്റ് ആയി. അതാണ്. അപ്പോ അതല്ലെങ്കിൽ പിന്നെ ഇത് ഫാക്ടറൈസേഷനോട് ചെയ്യാം. 12 5 60 ആണ്. ഇത് രണ്ട് നമ്പേഴ്സിന്റെ സം നെഗറ്റീവ് 17, അവയുടെ പ്രോഡക്റ്റ് 60. അങ്ങനെ എടുത്ത് ഫാക്ടറൈസ് ചെയ്തിട്ട് വേണ്ടി ചെയ്യാം. തൽക്കാലം അങ്ങനെ ചെയ്താലോ? എന്താണ്? എക്സ് മൈനസ് 12 ഇൻറ്റു എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. നിങ്ങൾക്ക് മനസ്സിലാവില്ല ചിലർക്ക്. ഈ നെഗറ്റീവ് 12 പ്ലസ് നെഗറ്റീവ് 5 നെഗറ്റീവ് 17 ആണ്. നെഗറ്റീവ് 12 ഇൻറ്റു നെഗറ്റീവ് 5 60 ആണ്. ഈ 60ന്റെ ഫാക്ടേഴ്സ് ആണ് 12 5 2 നെഗറ്റീവ് കൊടുത്തു, കാരണം നെഗറ്റീവ് 17 കിട്ടാനായിട്ട്. എന്നിട്ട് എക്സിന്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. ഇത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റിയാണ്. അത് തൽക്കാലം ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുത് എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, ഇവിടെ പ്രോഡക്റ്റ് 0 ആണ്. ഇഫ് എക്സ് മൈനസ് 12 ഈസ് ഈക്വൽ ടു 0, then x is equal to 12. If x minus 5 is equal to 0, x is equal to 5. അതായത് ഫാക്ടറൈസേഷനിലൂടെ സോൾവ് ചെയ്ത കാണിച്ചതാണത്. ഓക്കെ, ഇങ്ങനെയും സോൾവ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് മാർഗം കിട്ടും. അപ്പൊ ഇതിന് എക്സ് മൈനസ് 12 ഇൻറ്റു എക്സ് മൈനസ് 5 ഫാക്ടറൈസ് ചെയ്ത് ഇനി ഇവയുടെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ രണ്ടിനെയും 0 ഇക്വേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കും, അല്ലെങ്കിൽ 2 0 ആയിരിക്കും എന്നാണ് പറയണത്. അല്ലാതെ മാസത്തിൽ ഒരിക്കലും കുടിക്കുമ്പോൾ 0 കിട്ടില്ല. അതുകൊണ്ട് എക്സ് മൈനസ് 12 0 ആണെങ്കിൽ എക്സ് 12 കിട്ടും, എക്സ് മൈനസ് 5 0 ആണെങ്കിൽ എക്സ് 5 കിട്ടും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ചെറുത് ബി ഏത് വേണമെങ്കിലും ബി സിന്ന് എടുക്കാം, രണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട്. അപ്പൊ ബി സി ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ബി സി ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. നമുക്ക് എ ബി കണ്ടുപിടിക്കണമെങ്കിൽ 17 മൈനസ് 5 ആണ്, അത് 12 സെന്റിമീറ്റർ തന്നെ കിട്ടും. അപ്പൊ രണ്ട് സൊല്യൂഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡബിൾ ആണ്, രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ബി സി കിട്ടി, എ ബി കിട്ടി. ഇനി നിങ്ങൾക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഒറ്റ പ്രോബ്ലം തന്നെ കണ്ടോ, ഒരുപാട് സമയം എടുക്കുന്നതുണ്ടോ. അപ്പോ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 12. അപ്പൊ 2 12 കിട്ടിയ 6 കിട്ടി, 30 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, 30 cm സ്ക്വയർ എന്നാണ്. ഏരിയ എൻക്ലോസ്ഡ് 30 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് ഫൈനൽ ആൻസർ. നിങ്ങൾ ശ്രദ്ധിക്കുക, ലോങ് ആൻസർ ആണ്. റൈറ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ പൊന്നു മക്കളെ നിങ്ങൾ തന്നെ എഴുതി നോക്കണം. ഇത് നോക്കി വെറുതെ പകർത്തി എനിക്ക് അയക്കരുത്. ഓക്കെ, പ്രോബ്ലം തന്നെ ചെയ്ത് നോക്കുക. ഇവിടെ ചെയ്തിരിക്കുന്ന ഈ മെത്തേഡ് ഫാക്ടറൈസേഷൻ ഞാൻ തന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തു, അത് ബുദ്ധിമുട്ട് തോന്നിയാൽ എയും ബിയും സി എടുത്ത് ബി സ്ക്വയർ മൈനസ് 4ac കണ്ട് ചെയ്യാം. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡോട് ബുദ്ധിമുട്ടാണ്, കാരണം എക്സിന്റെ കോഎഫിഷ്യന്റ് ഒറ്റ സംഖ്യയാണ്, നെഗറ്റീവ് 17 ആണ്. അപ്പൊ അത് നമുക്ക് അതിന്റെ പകുതിയുടെ സ്ക്വയർ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ചെയ്യാത്തത്.
സ്റ്റാൻഡേർഡ് ഫോമിലാണ് എയും ബിയും സി എടുത്ത് ബി സ്ക്വയർ മൈനസ് 4ac കണ്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളത് സാരല്ല വിട്ടുകളഞ്ഞേരെ. ബി സ്ക്വയർ മൈനസ് 4ac വെച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനോട് കൂടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. The sum of first 5 terms. The sum of first 5 terms. Chapter 1 ഒരു ക്വസ്റ്റ്യൻ ആണ്. The sum of first 5 terms of an AP is 100 and the sum of first 10 terms is 300. The sum of first 5 terms of an AP is 100 and the sum of first 10 terms is 300. Question number A, find the AP. എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും കണ്ട് AP കാണണം. ചോദ്യം നമ്പർ B, find its algebraic form. Find its algebraic form. ചോദ്യം നമ്പർ C, find the sum of first 10 terms. Find the sum of first 10 terms. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് രണ്ട് സം തന്നിരിക്കുന്നു, രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കാൻ പഠിക്കണം. സം കാണാനുള്ള രണ്ട് ഫോർമുല ഉണ്ട്. ഒന്ന് n/2 × x1 + xn അല്ലെ ആദിത്യ, അല്ലെങ്കിൽ അടുത്തത് എന്താണ് Sn = n/2 × 2f + n - 1 × d. ഇത് രണ്ടും നമുക്ക് ആവശ്യം വരും. നമുക്ക് ഇവിടെ രണ്ടാമത്തെയാണ് ആവശ്യം. ഓക്കെ, താഴെ given as 5 is equal to 100. Sum of first 5 terms 100. S5 is equal to 100. ഇനി നിങ്ങൾക്ക് ആ ഫോർമുല മനസ്സിലാവാൻ വേണ്ടി ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ എഴുതി n/2 × 2f + n - 1 × d is equal to 100. സം തന്നിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ട് ശരിയാവണമെങ്കിൽ n മാറ്റി 5 കൊടുക്കണം. അപ്പൊ നമുക്കിത് 5/2 × 2f + 5 - 1 n - 1 5 - 1 4d is equal to 100. ഈ ബ്രാക്കറ്റിൽ നിന്ന് 2 ഇന്ന് പുറത്തെടുക്കുക. അപ്പൊ നമുക്ക് 5/2 × 2 × f + 2d is equal to 100. 2 വെട്ടിപ്പോയി. അപ്പൊ നമുക്ക് f + 2d is equal to 5. അങ്ങനെ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 100/2 അതായത് f + 2d is equal to എന്ത് കിട്ടി? 100/2 അല്ല 100/5 ആണ് കേട്ടോ. സോറി, 5 ആണ് പ്രഥമ ഡിവൈഡ് ചെയ്യേണ്ടത്. 20 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. f + 2d is equal to 20 എന്ന് കിട്ടും. നിങ്ങൾ ഈ പ്രോസസ് എല്ലാവരും പഠിച്ചാലേ അരിത്മെറ്റിക് സീക്വൻസ് എളുപ്പമാകുള്ളൂ. ഇത് അറിയില്ല എന്ന് പറയുന്നതിന് ഇത് നിങ്ങളൊരു 5 പ്രാവശ്യം എഴുതി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, equal to 300. അപ്പൊ എന്ത് ചെയ്യണം? ഇനി വീണ്ടും ഫോർമുല എഴുതണ്ട. 10/2 × 2f + 9d 10 - 1 9 is equal to 300. ഇവിടെ നമുക്ക് 2 പുറത്തെടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ 9 ആണ്. കോമൺ ആയിട്ട് 2 പോരില്ല. അതുകൊണ്ട് 10/2 എന്ന് വെച്ചാൽ 5 ആണെന്നറിയാലോ. നമുക്ക് 2f + 9d മാത്രം നിർത്താം. is equal to 300/5. 10/2 5 ആണ്. ഒരു സ്റ്റെപ്പ് ലാഭിച്ചതാണ്. 5 അപ്പുറത്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2f + 9d is equal to 60 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. 9ാം ക്ലാസ്സിൽ പഠിച്ച പോലെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പഠിക്കണം. ഇതിന്റെ താഴെ ഫസ്റ്റ് ഇക്വേഷൻ എഴുതി f + 2d is equal to എത്രയായിരുന്നു? 20 ആണ്. ഇക്വേഷൻ നമ്പർ 1 ശരിയല്ലേ? ഇവിടെ നമുക്കിത് കോഎഫിഷ്യന്റ് ഒന്നിന്റെ ഒരു ഡിയർ സ്റ്റുഡൻസ്, ഇക്വേഷൻ നമ്പർ 2 2f + 9d is equal to 60. ഇക്വേഷൻ നമ്പർ 1 f + 2d is equal to 20. നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ f അല്ലെങ്കിൽ d ഒഴിവാക്കണം, എലിമിനേറ്റ് ചെയ്യപ്പെടണം. ഓക്കെ, ഇവിടെ എഫിന്റെയും ഡിയുടെയും കോഎഫിഷ്യന്റ് ഒരുപോലെ ഇല്ല. ഇതിൽ ഒന്ന് ഒരുപോലെ ആക്കാൻ വേണ്ടി നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ ഈ താഴത്തെ ഇക്വേഷനെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2f + 4d is equal to 40. ഇക്വേഷൻ നമ്പർ 3 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ എല്ലാത്തിനും 2 കൊണ്ട് ഗുണിച്ച് എല്ലാം. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും ബാലൻസ് ചെയ്യാം. താഴെ ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 3 gives 2f എന്ന് 2f പോയ പിന്നെ f ഇല്ല. 90 - 4d 5d is equal to 60 - 4d 20 എന്ന് കിട്ടി. Therefore d is equal to 20/5. നമുക്ക് 4 എന്ന് കിട്ടും. ഇതൊക്കെ 9th സംഭവങ്ങളാണ്. ഇത് അറിയില്ലാത്തത് കൊണ്ട് വീണ്ടും ഞാൻ പറഞ്ഞു കേട്ടോ. കോഎഫിഷ്യന്റ് ഒരുപോലെ ആക്കാൻ വേണ്ടിയാണ് ഈ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിച്ചത്. നിങ്ങളൊന്ന് എഴുതി പഠിക്കേണ്ടി വരുന്ന ഡൗട്ട്സ് കൊണ്ട് എന്നോട് ചോദിച്ചോ.
എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ആണ് ഈ മുകളിൽ എഴുതിയിരിക്കുന്നത്. ഇക്വേഷൻ നമ്പർ 2 ആണ് ഇത്. ആദ്യം തേർഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുകയാണ്. 2f മൈനസ് 2f എഫ് ഇല്ല. 90 മൈനസ് 40 5d, 60 മൈനസ് 40 20. അങ്ങനെ d is equal to 4 എന്ന് കിട്ടി. ഇനി d നമുക്ക് ഫസ്റ്റ് ഇക്വേഷന് കൊടുക്കാം. അങ്ങനെ f കണ്ടുപിടിക്കാം. ഇത് വായിച്ചു കളയുവാണ്. സബ് ഇൻ ഇക്വേഷൻ നമ്പർ 1. സബ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇക്വേഷൻ നമ്പർ 1 f plus 2d is equal to 20 അല്ലേ? അതിൽ d മാറ്റി 4 കൊടുത്താൽ f plus 2 into 4 is equal to 20. d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുകൊണ്ട് f is equal to students. So first time is equal to 20 minus 8 is equal to 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം 12 കിട്ടി, കോമൺ ഡിഫറൻസ് 4 എന്ന് കിട്ടി. ഇത് ആൻസർ എ എന്ന മോളിൽ കൊടുത്തേരെ കേട്ടോ, ഒന്നും ആയിട്ടില്ല. ഇതിന്റെ എ പി ഫോം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് സെക്കൻഡ് കണ്ടുപിടിക്കാം. x2 is equal to 12 plus കോമൺ ഡിഫറൻസ് 4 16. x3 is equal to 16 plus 4 20. ഇനി എ പി എഴുതി വെക്കണം. എ പി is 12 16 20 etc. നിനക്ക് വലിയ ചോദ്യങ്ങളൊക്കെ വരും. 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ഒക്കെ ആയിരിക്കും. ആൻസർ എ കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾ എഴുതി പഠിച്ചോ. SLC വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 വ്യത്യസ്തങ്ങളായ സംസ് തന്നിരിക്കുകയാണ്. സം തന്നു. ഇനി ആൻസർ ബി നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ഓൾജിബ്രിക് ഫോം ജസ്റ്റ് എഴുതി വെച്ചോ. ആൻസർ ബി എന്ന് കൊടുക്ക്. xn കാണാനുള്ള ഫോർമുല എന്താണ്? dn പ്ലസ് എഫ് മൈനസ് ഡി. ഒന്ന് പറഞ്ഞേ. xn is equal to dn plus f minus d. It is equal to 4n plus 12 minus 4. 4n plus 8 എന്ന് കിട്ടും. ഓക്കെ, നോക്കിയിട്ട് കാൽക്കുലേഷൻ ഒക്കെ ഞാൻ പെട്ടെന്ന് പറയുന്നതാണ്. ഓക്കെ, 4n plus 12 minus 4 8 ആണ്. അപ്പം ഇതിന്റെ ഓൾജിബ്രിക് ഫോം കിട്ടി. ഇനി സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് കാണാൻ പറഞ്ഞിരിക്കുന്നു. ആൻസർ സി. അതിന് Sn is equal to n by 2 into ഫസ്റ്റ് നമുക്കറിയാം xn നമുക്കറിയാം. അതുകൊണ്ട് x1 plus xn. ഈ സം കാണാനുള്ള ഫസ്റ്റ് ഫോമിൽ ഇവിടെ ഉപയോഗിക്കും. ഓക്കെ, it is equal to n by 2 into ഫസ്റ്റ് x1 എന്ന് വെച്ചാൽ 12 plus 4n plus 8. It is equal to n by 2 into എന്ത് കിട്ടും അലീഷ? 4n ആദ്യം പറയണം. 4n 12 plus 8 plus 20. നിങ്ങളിവിടെ നിർത്തിയാലും മതി. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിന്ന് 4n plus 20 4 can be taken out. ഓക്കെ, 4 വേണമെങ്കിൽ പുറത്തെടുക്കാം, അല്ലെങ്കിൽ 2 പുറത്തെടുത്ത് 2 വെട്ടിക്കളയാം. അങ്ങനെ വേണ്ടി ചെയ്യാം. അപ്പൊ n ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 2n plus 10 എഴുതി വെച്ചാൽ മതി. n ഇൻറ്റു ബ്രാക്കറ്റിൽ 2n plus 10. ഇതിന് 2 പുറത്ത് 3 വെട്ടിക്കളഞ്ഞതാണ്. ഇതാണ് നമ്മളിന്ന് 2 ക്വസ്റ്റ്യൻ എത്ര കൊണ്ട് ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 3 കൊടുത്തേ. കുഴപ്പമില്ല, പഠിക്കുന്ന നന്നായിട്ട് പഠിച്ചു പോവുക കേട്ടോ. ചോദ്യം നമ്പർ 3. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. The question please. In the figure നിങ്ങളൊരു സർക്കിൾ വരച്ച് സർക്കിൾ അല്ല, ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കും. Please draw a half circle. Center O. Okay. AB എന്നാണ് ഇതിന്റെ ഡയമീറ്ററിന്റെ പേര്. ഇവിടെ ഒരു PQ എന്നൊരു പെർപെൻഡിക്കുലർ ഉണ്ട്. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾ ഈ ഫിഗർ വരച്ചു. ഫിഗറിൽ ചില മെഷേഴ്സ് തന്നിരിക്കുന്നു. PQ തന്നിരിക്കുന്നു 4 സെന്റിമീറ്റർ. ഇനി അതിന്റെ താഴെ എഴുതി ഇൻ ദ ഫിഗർ if PB is 6 centimeter less than AP. If PB is 6 centimeter less than AB, find the area of the semicircle. Find the area of the semicircle. Okay. സെമിസർക്കിളിന്റെ ഏരിയ ആണെങ്കിൽ അതിന്റെ റേഡിയസ് അറിയണം. സർക്കിളിന്റെ ഏരിയയുടെ പകുതിയാണ് πr²/2 ആണ്. പക്ഷെ നമുക്കിത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രം ദ സെക്കൻഡ് ചാപ്റ്റർ. ഫോർത്ത് ചാപ്റ്റർ വേണ്ടി വരും. നമുക്ക് നോക്കാം. പറഞ്ഞിരിക്കുന്നത് ഈ PB എന്നത് 6 സെന്റിമീറ്റർ ലെസ് ദാൻ
AP എന്നാണ്. നമുക്ക് AP നമുക്ക് x എടുക്കാം. അപ്പൊ PB എന്തായിരിക്കും? x - 6 എന്നായിരിക്കും. ഇവിടെ പടത്തിലൂടെ എഴുതിയും കുഴപ്പമില്ല. പക്ഷെ താഴെ എഴുതിയേ let AP is equal to x. AP നമ്മൾ x എടുക്കാൻ കാരണം അതിൽ നിന്ന് 6 സെന്റിമീറ്റർ കുറവാണ് PB. Then PB is equal to x - 6. ഇനി നിങ്ങൾ കട്ടിംഗ് കോഡ്സ് എന്ന സെക്കൻഡ് ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തെ കട്ടിംഗ് കോഡ്സിൽ ലാസ്റ്റ് നിങ്ങൾ പഠിച്ച പ്രൂഫ് എന്താണ്? AP into PB is equal to PQ square എന്നാണ്. അത് എഴുതിക്കേ. AP into PB is equal to PQ square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x into x - 6 is equal to 4 square. എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x square minus 6x is equal to 16. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയല്ലേ? x into x minus 6 എന്ന് പറഞ്ഞാല് x into x square minus 6x is equal to 16 എന്ന് കിട്ടിയില്ലേ? ഓക്കെ, ഇനി എന്താ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ചെയ്യാം. സിദ്ധി ചെയ്യാമല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറച്ച് കുട്ടികളെ ഞാൻ വിളിച്ച് ഫോൺ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. സിദ്ധിയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചു, എല്ലാ ആൻസറും ഗംഭീരമായിട്ട് പറഞ്ഞു. മൈ സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ടു സിദ്ധി. അപ്പോ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് വിളിക്കാം, എല്ലാരും വിളിക്കാം കേട്ടോ. അപ്പൊ x square minus 6x is equal to 16. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ആണെങ്കിൽ x square minus 6x plus 6ന്റെ പകുതിയുടെ സ്ക്വയർ 9 is equal to 16 plus 9. So x minus 3 the whole square. x square root x 9 root 3 ഇടയ്ക്ക് മൈനസ് സൈൻ നെഗറ്റീവ് 6x ആയതിനുള്ള മൈനസ് വേണം. is equal to 25. x minus 3 is equal to root 25 is equal to 5. x is equal to 8. 5 plus 3 ജെക് ജോഫി മനസ്സിലായല്ലോ? 5 plus 3 8 എന്ന് കിട്ടി. ജോയല്ലേ എല്ലാവരും? അപ്പോ എക്സിന്റെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടി. x എന്ന് വെച്ചാൽ നമ്മുടെ എടുത്തതിനകത്ത് PB ആണ്. PB is equal to 8C ആണ്. I'm sorry, എന്താണ് AP ആണ് നമ്മൾ x എടുത്തിരിക്കുന്നത്. നമ്മൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. That is AP is equal to 8C ആണ്. PB എത്രയാണ്? PB എന്ന് പറയുന്നത് x minus 6 എന്ന് പറയുന്നത് 8 minus 6 ആണ്. 2 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയമീറ്റർ കിട്ടും 10 സെന്റിമീറ്റർ അല്ലെ? എഴുതിക്കേ. ഡയമീറ്റർ is equal to 8 plus 2 10 സെന്റിമീറ്റർ. ശരിയല്ലേ? Therefore radius is equal to 5 centimeter. ഈ APയും PBയും കൂടെ ആഡ് ചെയ്ത് എന്തായാലും ഡയമീറ്റർ ടോട്ടൽ ലെങ്ത് കിട്ടില്ലേ? ഡയമീറ്റർ DIA ഡയമീറ്റർ 8 plus 2 10 centimeter. Therefore R is equal to 5 cm. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏരിയ കണ്ടുപിടിക്കാം. താഴെ ഏരിയ ആണല്ലോ. ഫോർമുല എന്താണ്? പൈ r square by 2. എന്താണ്? പൈ r square by 2. എന്നാ സജീവ്? പൈ r square by 2. താഴെ ഇരിക്കും. Area is equal to pi r square by 2. Pi into 5 square by 2. 25 pi by 2. 12.5 pi cm square. 25ന്റെ പകുതി 12.5 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വരും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ.